തോന്നുന്നത് മലയാളിക്ക് രണ്ട് മൂന്ന് സ്വഭാവ സവിശേഷതകൾ തോന്നാറുണ്ട്. അതൊന്ന് കാൽപ്പനികതയോടുള്ള ഒരു ഭ്രമമാണ്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് രാഷ്ട്രീയത്തോടുള്ള ഭ്രമം. അപ്പൊ ഭ്രമം എന്നല്ല, ഞാനിത് അരുതാത്തൊരു കാര്യം എന്നുള്ളത് എനിക്കല്ല പറയുന്നത്, പകരം ഇതാണ് അത്തരത്തിൽ ഈ രണ്ട് സംഗതികൾ എപ്പോഴും നമ്മൾ ഏത് സംഗതിയിൽ നിന്നും പ്രതീക്ഷിക്കും, കവിതയിൽ നിന്നും കലയിൽ നിന്നും ഏത് സംഗതിയിൽ നിന്നും ഈ രണ്ട് ഘടകങ്ങൾ പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് ഒരു കാൽപ്പനിക തലവും ഒരു രാഷ്ട്രീയ തലവും, അതേപോലെ തന്നെ ഒരു സംസ്കാരത്തെ കുറിച്ചുള്ള ചിന്തകളും ഇതേപോലെ തന്നെ എന്നോട് ചേർത്ത് വെക്കാവുന്ന. എനിക്ക് തോന്നുന്നു ഈ മൂന്ന് മേഖലയിലും ഒരേപോലെ മലയാളിയെ തൃപ്തിപ്പെടുത്തുന്ന കവിയാണ് നിരൂത. കാരണം വെച്ചാൽ ഇപ്പോ 20 Poems of Love പോലെയുള്ള ആദ്യകാല സമാഹാരങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നീട് ഈ പറഞ്ഞ മാച്ചുപിച്ചുവിന്റെ ഉയരങ്ങൾ എന്നുള്ള ഇൻകാ സംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തുന്ന ആ രീതിയിലുള്ള കവിതകളുണ്ട്. പിന്നെ ഈ ചില കാര്യങ്ങളുടെ വിശദീകരണം പോലെ നിരവധി കവിതകൾ. സ്പാനിഷ് യുദ്ധത്തെ കുറിച്ച് തന്നെ 21 കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ രീതിയിൽ രാഷ്ട്രീയ മുഖം ഉള്ള കവിതകൾ ഇവയും നെരൂദ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ തരത്തിൽ എനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു സാംസ്കാരിക ജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തെ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ നെരൂദ ഒരു കാലാവസ്ഥയാണ്. ആ ഒരു സമയം, ആ ഒരു കാലം ഈ നെരൂദയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ഒരു സമകാലികമായ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു അന്തർദേശീയമായ ഒരു ബലം, ആ ബലത്തെ കണ്ടെത്തുകയാണ് നെരൂദയിലൂടെ ചെയ്തതെന്നാണ് തോന്നുന്നത്. അല്ലാതെ നെരൂദ നേരിട്ട് ഒരു സ്വാധീനം അത് സച്ചിമാഷെ പോലും നേരിട്ട് ചെലുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാഷുടെ പരിഭാഷയിലൂടെ നമ്മൾ വായിക്കുമ്പോഴേക്കും നെരൂദയുടെ കവിതയാണ് വായിക്കുന്നത്, പക്ഷെ മാഷുടെ പരിഭാഷയാണ്, മാഷുടെ ഭാഷയിലൂടെയാണ് അത് വായിക്കുന്നത്. അപ്പൊ ആ മാഷുടെ ഭാഷയിലൂടെ വായിക്കുമ്പോഴേക്കും ആ ഭാഷയിലൂടെയാണ് നമ്മൾ നെരൂദയെ അറിയുന്നത്. ഇപ്പൊ ബാലേന്ദ്ര ചുള്ളിക്കാട് വേറൊരു തരത്തിൽ അത് പരിഭാഷപ്പെടുത്തുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് അത് പരിഭാഷപ്പെടുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു വ്യത്യാസം വാസ്തവത്തിൽ ഈ പരിഭാഷകൾ കൊണ്ട് മാത്രമല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ ഈ രണ്ടു വശം ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു വശം എപ്പോഴും കവിതയെ സംബന്ധിച്ച് നിലനിന്നത്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് 20ാം നൂറ്റാണ്ടിലെ ഏത് ഭാഷയിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കവി എന്ന് ഒരു സ്ഥലത്ത് നെരൂദയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ റാമോൺ ഹിമാനസിനെ പോലെ ഒരാൾ വന്നിട്ട് എ ഗ്രേറ്റ് ബാഡ് പോയറ്റ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു മറുവശത്ത് നിന്നിട്ട്. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് വശവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയിൽ ഏത് സമയത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നൊബേൽ സമ്മാനം കൊടുക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ആ വിവാദപരതയ്ക്കാണ് അതിൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നൊബേൽ സമ്മാനം പ്രശംസിച്ചാണ് പറയുന്നതെങ്കിൽ നെരൂദയെ പറ്റി പറയുമ്പോഴേക്കും അതിന്റെ ഒരു വിവാദപരതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ഉള്ള ഒരു മറുവശം കൂടി. ഇപ്പൊ ഞാൻ ഈ ലോകത്തേക്ക് വന്നത് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനല്ല, പാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് നെരൂദയുടെ വളരെ പ്രശസ്തമായ വരികൾ ഇപ്പൊ നിക്കോനോർ പാറ അതിന് മറുപടിയായിട്ട് ഇതേപോലെ തന്നെ എഴുതുന്നു. അത് പക്ഷികൾ പാടത്തെ മനുഷ്യർ സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ രീതിയിൽ മറുവശം, അതായത് നെരൂദയുടെ ഒരു മറുവശം കൂടി ഏത് സമയത്തും ലോക കവിതയിലെ ഇതര പ്രദേശങ്ങളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാണ്. എനിക്ക് തോന്നുന്നത് പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കൂടി മലയാള കവികൾ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിലൂടെ നെരൂദയെ ഒരു ആദർശ ബിംബം എന്നുള്ള നിലയ്ക്കല്ല കാണുക, അതിനു പകരം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങളോട് കൂടിയാണ് നെരൂദയുടെ കവിതയെയും തുടർന്നുള്ള തലമുറ സമീപിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്.